ശബരിമലയിലെ സ്വർണം ധാരാപാല ശില്പങ്ങളിലെ സ്വർണവും അതുപോലെ തന്നെ കട്ടളപ്പടിയിലെ സ്വർണവും എത്തിയത് ഹൈദരാബാദിലെ നാഗേഷ് എന്ന സ്വർണപ്പണിക്കാരൻ്റെ കയ്യിലാണ് എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അവിടെയാണ് ഈ സാധനങ്ങൾ എത്തിച്ചത്. അവിടെ ഏകദേശം 10-30 ദിവസം അവിടെ സൂക്ഷിച്ചിരുന്നു ഈ സ്വർണങ്ങൾ. സ്വർണം പാളികൾ ഉണ്ടാക്കി അത് ഉരുക്കി അത് മാറ്റി സൂക്ഷിച്ചത് ഹൈദരാബാദിലെ നാഗേഷിൻ്റെ അവിടെയാണ്. കൽപേഷാണ് ഇവിടുന്ന് അത് കൊണ്ടുപോയത്. നേരെ അങ്ങോട്ടാണോ പോയത്, അത് അവിടെ പോയി ഉരുക്കിയിട്ട് അത് തിരിച്ചു വന്നു? അതിനുശേഷമാണോ ഇത് പലയിടത്തും ചെമ്പ് പൂശിയ സാധനങ്ങളായിട്ട് കൊണ്ടുപോയി പല സ്ഥലത്തും പൂജ നടത്തിയെന്നൊക്കെ നമുക്ക് വ്യക്തത വരാനുണ്ട്. പക്ഷേ നാഗേഷിൻ്റെ അവിടെ കൊണ്ടുപോയ സ്വർണം അത് പോലീസ് അടിയന്തരമായിട്ട് കണ്ടെടുത്തേ പറ്റുള്ളൂ. കാരണം അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. അമാന്തിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മുങ്ങും. രണ്ടാമത് അയാളുടെ സുഹൃത്തുക്കളെല്ലാം സ്വർണങ്ങൾ പല സ്ഥലത്തേക്കും മാറ്റിയ സ്വർണങ്ങളെല്ലാം ഉരുക്കി പോകും. അത് വിറ്റ് പണമാക്കിയിട്ടുണ്ടാവും. ആർക്ക് കൊടുത്തു എന്ന് അറിയാൻ ഒക്കില്ല. ദിവസം ചെല്ലുന്തോറും താമസിക്കും തോറും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നല്ല കോള് തന്നെ. കാരണം അയാൾക്ക് സ്വർണം മാറ്റാനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലെ പലർക്കും അവരുടെ മഹസർ അങ്ങനെയുള്ള അതുമായിട്ടുള്ള ഉത്തരവുകൾ, അതുമായിട്ട് ദേവസ്വം ബോർഡിലെ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിൻ്റെ ഉത്തരവുകൾ, അവിടെ നടക്കുന്ന പല റെക്കോർഡുകളും മാറ്റാനുള്ള അവസരം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അടിയന്തരമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യണം, നാഗേഷിനെ അറസ്റ്റ് ചെയ്യണം, ഭണ്ഡാരിയെ ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്യണം. കാരണം ഇവരെ നമുക്ക് സ്വതന്ത്രമായിട്ട് ഇത്രയും ദിവസം അവർ നടന്ന് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തൊണ്ടി മുതലും കിട്ടാനുള്ള സാധ്യതകളും വളരെ സാധ്യതകളും വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടെത്തണം, അയാളെ അറസ്റ്റ് ചെയ്യണം. അയാളുടെ സുഹൃത്തുക്കളും സ്വർണം വാങ്ങി സൂക്ഷിച്ചവരും അത് ഒരുക്കിയവരും ഒക്കെ ഹൈദരാബാദിലും ചെന്നൈയിലുമായിട്ട് കിടക്കുന്നവരെ അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്യണം. അതോടൊപ്പം ഈ സ്വർണം ദേവസ്വം ബോർഡിൽ നിന്ന് കൊണ്ടുപോകാൻ അനുവദിച്ച അതിൻ്റെ മഹസർ എഴുതിയ അതിന് സാങ്ഷൻ കൊടുത്ത അതിൻ്റെ മേലുദ്യോഗസ്ഥന്മാർ ആരൊക്കെ അറിവുണ്ടോ അത്രയും പേരെ അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്യണം. കാരണം അവർ ശബരിമലയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തൊന്നും പോകാൻ പാടില്ല. അവർ മാനിപ്പുലേഷൻ നടത്തും, അതിൻ്റെ റെക്കോർഡുകൾ തിരുത്തും. അതിങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റോടുകൂടി തന്നെ സ്വർണത്തിൻ്റെ നീക്കം തടയാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ അത് എവിടെയൊക്കെ പോകും, ചിലപ്പോൾ ഇന്ത്യ വിട്ട് വരെ പോയെന്നും വരും. അതുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ട് കസ്റ്റഡി വാങ്ങിച്ചിട്ട് വേണം ഓരോ കേസിലും 2 FIR ഉണ്ട്. ആദ്യത്തെ കേസിലോ രണ്ടാമത്തെ കേസിലോ ഇയാളെ കസ്റ്റഡി വാങ്ങണം. വാങ്ങിച്ചിട്ട് ഇയാൾ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണങ്ങൾ അടിയന്തരമായിട്ട് അത് കണ്ടെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് സ്ഥിരമായിട്ട് പലരുടെയും കൈമാറ്റം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒറിജിനൽ സാധനം നമുക്ക് കണ്ടെടുക്കാൻ കഴിയില്ല. 24 കാരറ്റിൻ്റെ സ്വർണം പതിച്ച ആ പാളികളാണ് ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയത് എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് 2 FIRലും ഉണ്ണികൃഷ്ണൻ പ്രതിയാണ്. അതുകൊണ്ട് SIT അമാന്തിക്കരുത്. കാരണം എത്രയും പെട്ടെന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യണം. ഇത്രയും ദിവസം ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന ശേഷം ഇത്രയും ദിവസമായിട്ട് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുമോ? ഇയാളെ ആദ്യം ഒന്ന് പ്രൈമറി ചോദ്യം ചെയ്ത് വിട്ടെന്നാണ് പറയുന്നത്. ഇയാളുടെ പിന്നിൽ കൃത്യമായ ഒരു ഗ്യാങ് ഉണ്ട്. എൻ്റെ ഒരു ധാരണ, ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നെങ്കിലും ശബരിമലയെ കാലാകാലങ്ങളായിട്ട് ഇത് തട്ടിക്കൊണ്ട് അവിടുത്തെ സ്വത്തുക്കൾ തട്ടിക്കൊണ്ട് പോകാൻ പ്രത്യേക കുറേ ആൾക്കാരുണ്ട്. അവർ വരുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെയും കൂടെ ഇതിനകത്ത് ചാടിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്ഥിരമായിട്ട് റിട്ടയർ ചെയ്യുന്നവരെ ശബരിമല മാത്രം കിടക്കുന്ന ധാരാളം ജീവനക്കാരുണ്ട്. അവർക്കൊക്കെ സാമ്പത്തിക മെച്ചം കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ അവിടുത്തെ തണുപ്പ് അടിച്ച് അവിടെ എത്ര മാസം വേണേലും ശബരിമലയും കിടക്കും, ദേവസ്വം ബോർഡ് ഓഫീസിലും സ്ഥിരമായി അങ്ങോട്ട് ടൂർ നടത്തുകയും ചെയ്യും. അതുകൊണ്ട് ഈ കാലാകാലങ്ങളിൽ അവിടെ ഇരുന്ന പലരും ആണ് ശബരിമലയെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കുന്നതും അത് ഒന്നല്ല അത് ചെമ്പാണെന്നൊക്കെ പറയാൻ മാത്രം ധൈര്യം ഇവർക്കുണ്ടായത് എങ്ങനെ? സാമ്പത്തികമായ നേട്ടം, അവിടെയുള്ള കൃത്രിമമായ റെക്കോർഡ് ഉണ്ടാക്കാനും അതിന് കഴിവുള്ളവരൊക്കെ തന്നെയാണ് ഇവർ എന്ന്
അവർ മേലുദ്യോഗസ്ഥന്മാരെ തെളിയിച്ച് അതിൻ്റെ അവരും ഇവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൈപ്പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. കാരണം ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ ശബരിമലയിലെ ഈ സാധനങ്ങൾ വെളിയിലോട്ട് കൊണ്ടുപോകില്ലല്ലോ. അവിടം കൊണ്ട് തന്നെ മനസ്സിലാകും. കാരണം അവിടുന്ന് എത്ര കൊണ്ടുപോയി എത്ര കിട്ടിയെന്നല്ല നോക്കേണ്ടത്, മൊത്തമായി അവിടുന്ന് അടിച്ചു മാറ്റിയത് തിരിച്ചെടുത്തേ പറ്റുള്ളൂ. അത് ദാരുശില്പങ്ങളായാലും ശരി, അല്ലെങ്കിൽ അവിടുത്തെ കട്ടളപ്പടിയിലായാലും ശരി, അവിടെ എവിടൊക്കെ കൊടിമരത്തിലായാലും അതൊക്കെ നോക്കണ്ട. 9 കിലോ ചെല്ലുവാനുമാണ് കൊടിമരത്തിലും സ്വർണം പൂശിയിരിക്കുന്നത്. അങ്ങനെ എന്തെല്ലാം സ്ഥലങ്ങളിൽ സ്വർണം പൂശിയിട്ടുണ്ട്. ഇതൊക്കെ ആധികാരികമായി ആ സ്വർണം പൂശിയ സ്ഥലത്തെ അതിൻ്റെ മാറ്റ് നോക്കാനായിട്ട് കൃത്യമായി SIT തയ്യാറാകണം. കാരണം ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അന്വേഷിക്കുന്നത് എങ്കിൽ SIT, കാരണം മറ്റുള്ള ശബരിമലയിലെ തട്ടിപ്പും വെട്ടിപ്പും അതല്ല അന്വേഷിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ലിമിറ്റഡ് ആയിട്ട് ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ മാത്രം അന്വേഷണം പൂർത്തിയാക്കി അവർ പോകും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ ശബരിമലയിൽ തട്ടിപ്പും അത് അവിടെ കാണിക്കയിടുന്നിടം പോലെ ഒരു അന്വേഷണം നടത്തേണ്ടത് ഒരു അടിയന്തരമായ ഒരു ആവശ്യം തന്നെയാണ്. അതിന് തീർച്ചയായിട്ടും ഹൈക്കോടതി ആരെങ്കിലും സമീപിക്കണം. കാരണം അതൊരു വേറൊരു കേസായിട്ട് തന്നെ വരുന്നതായിരിക്കും ഉത്തമമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇപ്പോഴത്തെ ഹൈക്കോടതി കണ്ടെത്തിയ കാര്യങ്ങളെപ്പറ്റി മാത്രമേ ഈ SIT അന്വേഷിക്കുകയുള്ളൂ. അതിനകത്ത് കട്ടളപ്പടിയിലെയും ദാരുശില്പങ്ങളിലും അവിടുത്തെ സ്വർണം പൂശിയത്, ആ പൂശിയ സ്വർണം കിട്ടാൻ വേണ്ടിയിട്ട് അത് ചെമ്പാണെന്ന് പറഞ്ഞ് അവർ കുറേ ആൾക്കാർ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൻ്റെ പണം അടിച്ചെടുത്ത് തന്നെയാണ് ഹൈക്കോടതി ദർശിച്ചതും ഹൈക്കോടതി കണ്ടെത്തിയതും. അത് കൃത്യമായിട്ട് എൻ്റെ അന്വേഷണം 6 ആഴ്ചക്കോ അല്ലെങ്കിൽ 10 ആഴ്ചക്കോ പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ 2 കാര്യങ്ങൾ റിക്കവറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ SITയുടെ അന്വേഷണം നീളും. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അയാളുടെ സന്തത, അയാളെ ഫസ്റ്റ് റൗണ്ട് ചോദ്യം ഹാർഡായിട്ട് ഇപ്പം ചോദ്യം ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങൾ അയാൾ പറയും. ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ, ഇത് ഏത് ഗ്യാങ് ആണ്, ശബരിമല വർഷാവർഷങ്ങളായിട്ട് ഇങ്ങനെ ചില ആളുകൾ അവിടെ കുടിയിരുന്ന് അവിടുത്തെ സാധനങ്ങൾ അടിച്ചു മാറ്റുന്നുണ്ട്. അത് ചില ആൾക്കാർ കാലാകാലങ്ങളിൽ വരുന്ന ദേവസ്വം ബോർഡിൽ വരുന്ന സർക്കാർ നിയമിച്ച് വരുന്ന ഉദ്യോഗസ്ഥർ അതിൻ്റെ കൈപ്പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള, അതിൻ്റെ വീതം കൈപ്പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഉണ്ടാവാനാണ് സാധ്യതയെന്ന് ഞാൻ കരുതുന്നു. അതുകൂടെ അന്വേഷിച്ച് കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം ഇതുവരെ ശബരിമല 1949 കാലഘട്ടം മുതൽ സ്വർണം എന്ന് അല്ലെങ്കിൽ ശബരിമല കാണിക്ക എന്ന് പോലെ ഇത്രയും വന്നു കയറുന്നത് ഏത് കാലഘട്ടമെന്ന് അന്ന് പോലെ ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. അത് 1998 മുമ്പ് മുതൽ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് നമ്മൾ മനസ്സിലാക്കിയത് ഓരോ വർഷത്തെ 247 കോടി രൂപ അല്ല 427 കോടി രൂപയുടെ നടവരവും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതിനു മുമ്പ് 327 കോടിയായിരുന്നെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ശബരിമലയിൽ അടിച്ചു മാറ്റിയ സ്വർണങ്ങൾ വീണ്ടെടുത്തേ പറ്റുള്ളൂ. അയ്യപ്പൻ്റെ അവിടെ എല്ലാവരും എല്ലാ വിഭാഗത്തിലെ ആൾക്കാരും മതക്കാരും അവിടെ വന്ന് നേർച്ചയിട്ട് അല്ലെങ്കിൽ അയ്യപ്പനെ ആരാധിച്ച് അവിടെ അവരുടെ കഴിയിലുള്ള സ്വത്തുക്കൾ മുഴുവൻ അവിടെ അയ്യപ്പന് കൊടുത്തിട്ട് പോകുന്നതാണ്. അത് തട്ടിയെടുക്കുന്ന ആൾക്കാർ കാലാകാലങ്ങളിൽ ശബരിമലയിലുണ്ട്. അവരുടെ ശിങ്കിടികളായിട്ട് ദേവസ്വത്തെ പല ഉദ്യോഗസ്ഥന്മാരും അവരുടെ കൂട്ടുചേർന്ന് ആ പണം കൈക്കലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ ഒരു അന്വേഷണം കഴിഞ്ഞാൽ അടുത്ത അന്വേഷണത്തിലേക്ക് സർക്കാർ ഒന്നെങ്കിൽ പോണം സോമോട്ടോ ആയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് വരണം, അല്ലെങ്കിൽ ആരെങ്കിലും കോടതിയെ സമീപിച്ച് പുതിയൊരു കേസ് എടുക്കാനുള്ള സംവിധാനം കൂടെ ഉണ്ടാക്കണം എന്നാണ് ഞാൻ കരുതുന്നത്.